2005 ഡിസംബർ 5-ാം തീയതി അന്ന് പതിവ് പോലെ തന്നെ ബിന്നി ദേവസ്യ എന്ന് പറയുന്ന ആ സ്ത്രീ തൻ്റെ ടൈലറിംഗ് ഷോപ്പിൽ അവരുടെ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. അവിടെ അത്യാവശ്യം ടൈലറിംഗ് സംബന്ധമായിട്ടുള്ള ജോലികൾ വർക്ക് എല്ലാം നടത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചുരിദാർ മെറ്റീരിയലുകളെല്ലാം അവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലർ തയ്ക്കാൻ വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ചുരിദാർ മെറ്റീരിയൽ വാങ്ങി അവിടെ തന്നെ തയ്ച്ച് അങ്ങനെ കൊണ്ടുപോകാനുള്ളൊരു സൗകര്യം, അതായത് ചെറിയൊരു ബോട്ടിക്ക് പോലെ അവർ നടത്തുകയാണ്. ചില കുട്ടികൾക്ക് തയ്യൽ ക്ലാസ്സിൽ പരിശീലനം കൊടുക്കുന്നുണ്ട്. ഇവർ സാമ്പത്തികമായിട്ട് അല്പം മുൻപന്തിയിൽ തന്നെയായിരുന്നു. പിന്നീട് ആ സമ്പത്ത് ക്ഷയിച്ച് അവർ അങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹം ഒരു ഹോട്ടലിൽ ജോലിക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഈ ബിന്നി ദേവസ്യ ഒരു ടൈലറിംഗ് സ്ഥാപനമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ 3 മക്കളും നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. അതിൽ മൂത്ത മകൻ ബാംഗ്ലൂരിലാണ് നഴ്സിംഗ് പഠിക്കുന്നത്. BSc നഴ്സിംഗാണ് അവൻ പഠിക്കുന്നത്. രണ്ടാമത്തെ മകൾ ജിസ, അവൾ പഠിക്കുന്നത് പാവർട്ടി പള്ളിയുടെ കീഴിലുള്ള സാൻ ജോസ് മിഷൻ ഹോസ്പിറ്റലിൽ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. 3-ാം വർഷം അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തൻ്റെ ടൈലറിംഗ് ഷോപ്പിൽ തൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുന്ന സമയത്താണ് അവിടെ അടുത്തുള്ള പള്ളിയിലെ കപ്പ്യാർ വന്ന് വികാരിയച്ഛൻ കാണണമെന്ന് പറഞ്ഞ് അവരെ വിളിച്ചു കൊണ്ടുപോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഈ ബിന്നി ദേവസ്യ എന്ന് പറഞ്ഞ സ്ത്രീയുടെ മകൾ പഠിക്കുന്ന നഴ്സിംഗ് കോളേജിലെ പ്രിൻസിപ്പാൾ, അതുപോലെ തന്നെ ബന്ധപ്പെട്ട 1-2 കന്യാസ്ത്രീകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവരെ കണ്ടപ്പോൾ ആദ്യം ചോദിച്ച്, നിങ്ങളെന്ത് ഇവിടെ? അവരെ സംബന്ധിച്ചിടത്തോളം മകൾ പഠിക്കുന്ന പാവർട്ടിയിലെ സാൻ ജോസ് ഈ നഴ്സിംഗ് ഹോമിലെ പ്രിൻസിപ്പാളും ബന്ധപ്പെട്ട മറ്റ് കന്യാസ്ത്രീകളാണ് അവിടെ ഇരിക്കുന്നത്. ഇവിടെ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. ആ സമയത്ത് അവരങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങളുടെ മകൾക്കൊരു അപകടം പറ്റിയിട്ടുണ്ട്, കാര്യം പറയാമെന്നാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ വിളിച്ച് പാവർട്ടിയിലുള്ള സാൻ ജോസ് മിഷൻ നഴ്സിംഗ് ഹോമിൻ്റെ അവിടേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ഇവരറിയുന്നത് തങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കാരണമായിട്ട് ഇവർ പറയുന്നത്, അവർ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മോഡൽ ടെസ്റ്റ് നടത്തിയിരുന്നു നഴ്സിംഗ് പരീക്ഷയുടെ ഭാഗമായിട്ട്. അതിലവൾ കോപ്പി അടിച്ചപ്പോൾ അവൾ പിടിക്കപ്പെട്ടു. അങ്ങനെ അവൾ ആ പിടിക്കപ്പെട്ടതിൻ്റെ മനോവിഷമത്തിൽ ഹോസ്റ്റലിൽ മുറിയിൽ തൂങ്ങി മരിച്ചു. എങ്ങനെ? 2 കൈകളിലെയും ഞരമ്പുകൾ മുറിച്ചതിന് ശേഷം തൂങ്ങി മരിച്ചു എന്നാണ് പറയുന്നത്. ഇവർ ചെല്ലുമ്പോഴേക്കും തന്നെ മകളുടെ മൃതദേഹം എല്ലാം അവിടെ നിന്ന് മാറ്റിയിരുന്നു. പിന്നീട് ഇവർക്ക് അറിയാൻ സാധിച്ചത്, മകൾ തൂങ്ങി മരിക്കുന്ന സമയത്ത് അവൾ ഒരു ചുരിദാറാണ് ഇട്ടിരുന്നത്. പക്ഷേ തൂങ്ങി മരിച്ചതിന് ശേഷം അവർ ആ ചുരിദാറെല്ലാം മാറ്റി ഒരു നൈറ്റി ആണ് മകളെ ഉടുപ്പിച്ചിരിക്കുന്നത്. നൈറ്റി, പാവാട, പിന്നെ അതുപോലെ തന്നെ മകളുടെ അല്ലാത്ത ഒരു അണ്ടർവെയറാണ് അവർ ധരിപ്പിച്ചിരുന്നത്. അന്നേ മുതൽ തന്നെ ഈ ബിന്നി ദേവസ്യയ്ക്ക് മകളുടെ മരണത്തിൽ ചില ദുരൂഹതകളുണ്ട്. ലോക്കൽ പോലീസ് ഇവരുടെ ഭർത്താവിനെ വിളിച്ചു വരുത്തിയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ മകൾ തൂങ്ങി നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മകൾ തൂങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, പിന്നെ ഞാൻ കാണാത്ത കാര്യം എങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഒപ്പിട്ട് തരും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ക്ഷുഭിതനാകുന്നുണ്ട്. ഒടുവിൽ ബിന്നി ദേവസ്യ എന്ന ഈ അമ്മ, അവരുടെ അനിയത്തിയുടെ ഭർത്താവാണ് പോലീസിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഒപ്പിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആരാണ് ഈ ബിന്നി ദേവസ്യ? തൃശ്ശൂർ പാവർട്ടിയിലുള്ള സാൻ ജോസ് ഹോസ്പിറ്റലിൻ്റെ കീഴിൽ നഴ്സിംഗ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് സാൻ ജോസ് നഴ്സിംഗ് കോളേജ്. അവിടെ ജനറൽ നഴ്സിംഗാണ് പഠിപ്പിക്കുന്നത്. അവിടെ 3-ാം വർഷ വിദ്യാർത്ഥിയാണ് ബിന്നി ദേവസ്യയുടെ 2ാമത്തെ മകളായ ജീസമോൾ ദേവസ്യ. ആ കുട്ടിയാണ് അവിടെ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. പോലീസിൻ്റെ ആദ്യത്തെ അന്വേഷണങ്ങളിൽ തന്നെ ചില ക്രമക്കേടുകൾ അവർ കണ്ടെത്തിയിരുന്നു. പോലീസ് ആദ്യമേ തന്നെ പറയുന്നത് ഈ മകൾ ആത്മഹത്യ ചെയ്തതാണ്. പക്ഷേ മറ്റു പല കാര്യങ്ങളും പോലീസ് തന്നെ പറയുന്ന കാര്യങ്ങളിൽ ധാരാളം വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ മകളുടെ ആ മൃതശരീരം ഉണ്ടായിരുന്ന ആ തുണിയിൽ മകളുടെ ഗ്രൂപ്പ് O പോസിറ്റീവാണ്, ബ്ലഡ് ഗ്രൂപ്പ്. പക്ഷേ ആ
തുണികളിൽ O പോസിറ്റീവ് അല്ലാതെ B പോസിറ്റീവ് രക്തക്കറകളും കൂടി കാണാനുണ്ടായിരുന്നു. അത് ടെസ്റ്റിൽ തെളിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ബെന്നി ദേവസ് ന്യായമായിട്ട് ചോദിക്കുന്നത് B പോസിറ്റീവ് രക്തക്കറ എങ്ങനെയാണ് എൻ്റെ മകളുടെ അഡ്രസ്സിൽ വരുന്നത്? അപ്പോൾ അതിൻ്റെ ആളെ കണ്ടെത്തേണ്ടല്ല, അന്വേഷിച്ച് കണ്ടെത്തേണ്ടല്ല. അത് പക്ഷേ പോലീസ് സമ്മതിക്കുന്നില്ല. അവർ ആ ഡ്രസ്സിൽ കണ്ട B പോസിറ്റീവിൻ്റെ ആളിനെ കണ്ടുപിടിക്കാൻ അവർ ശ്രമിക്കുന്നില്ല. മാത്രമല്ല, ഈ മകൾ ആത്മഹത്യ ചെയ്യപ്പെടുന്നതിന് മുൻപ് ലൈംഗികമായിട്ട് പീഡിക്കപ്പെട്ടിട്ടുണ്ട്. ഈ മകളുടെ വജനയിലും മറ്റും പുരുഷ ബീജത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതും ഈ മെഡിക്കൽ ടെസ്റ്റുകളിൽ കണ്ടെത്തിയ സംഭവമാണ്. ലാബ് ടെസ്റ്റിൻ്റെ ഫലമായിട്ട് കണ്ടെത്തിയതാണ് ഈ യുവതിയുടെ വജന പ്രദേശത്ത് പുരുഷ ബീജം സെമൻ കണ്ടെത്തിയിട്ടുണ്ട്. അത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആളെ കണ്ടുപിടിക്കണ്ടേ? ഇതിനൊന്നും പോലീസ് മുതലാതെ മകൾ ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ള ഒരു പിടിവാശിലാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പിടിവാശിൽ ഇവർ പിടിച്ചു നിൽക്കുന്നത്? തൻ്റെ മകളുടെ ആത്മഹത്യ എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ മകളുടെ വസ്ത്രങ്ങളിൽ മറ്റൊരാളുടെ രക്തക്കറയും അതുപോലെ പുരുഷ ബീജം കാണുന്നത്? അപ്പോൾ അതിനർത്ഥം മകൾ ക്രൂരമായിട്ട് പീഡിക്കപ്പെട്ടതിന് ശേഷം കൊലപ്പെടുത്തി എന്നുള്ളതല്ലേ? സാധാരണഗതിയിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ രണ്ട് കൈയിലെയും ഞരമ്പുകൾ മുറിച്ച് ആ വ്യക്തിക്ക് എങ്ങനെയാണ് തൂങ്ങി മരിക്കാൻ സാധിക്കുക? രക്തം മാറുന്നുകൊണ്ടിരിക്കുമ്പോൾ തൂങ്ങി മരിക്കാൻ സാധിക്കുമോ എന്നിങ്ങനെയുള്ള ചില സംശയങ്ങൾ ഈ അമ്മ ചോദിക്കുന്നുണ്ട്. ഇതിനൊന്നും ഒരു ഉത്തരം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല. തെളിവുകളെല്ലാം ഈ മകൾക്ക് എതിരെയാണ്. അതായത് മകളുടെ ആത്മഹത്യ ആയിട്ടുള്ള കാര്യങ്ങളല്ല തെളിവുകൾ. ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന തെളിവുകളാണ് കിട്ടിയതെങ്കിലും പോലീസ് ആ ഭാഗം അന്വേഷിക്കുന്നില്ല. അതിന് പോലീസിനെ പിന്തിരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ആ കോളേജിൻ്റെ ഡയറക്ടർ, അത് ആ പാരിഷ് ചർച്ചിലെ വികാരിയായിട്ടുള്ള ഫാദർ പോൾ പയ്യപ്പള്ളി എന്ന് പറഞ്ഞ ആളാണ്. ഈ അച്ഛനെ കുറിച്ച് നല്ല അഭിപ്രായമൊന്നുമല്ല അവിടെ ഉള്ളത്. അവിടെ ആ നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ അച്ഛനുമായിട്ട് ചില ബന്ധങ്ങളുള്ളതായിട്ട് പിന്നീട് അറിയാൻ സാധിച്ചു. അച്ഛൻ ആ കുട്ടിക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ആ കുട്ടിക്ക് ചില ഒരു ഫേവറുകളൊക്കെ അവിടെ ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ സംശയങ്ങൾക്ക് വിരൽ ചൂണ്ടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അമ്മ പറയുന്നത് അച്ഛന് ഞങ്ങൾക്ക് സംശയമുണ്ട്. പള്ളിമേടിൽ നിന്ന് ഈ കന്യാസ്ത്രീകളും ഈ നഴ്സിംഗ് വിദ്യാർത്ഥികളും പഠിക്കുന്ന ആ ഹോസ്റ്റലിൽ പള്ളിമേടിൽ നിന്ന് ഒരു സ്വകാര്യ കോണിപ്പടിയുണ്ട്. അത് ഈ ഹോസ്റ്റലിൻ്റെ മുകളിലുള്ള കന്യാസ്ത്രീകൾ താമസിക്കുന്ന ഭാഗത്തേക്കാണ് അതിൻ്റെ വാതിൽ ചെന്നെത്തുന്നത്. ഇങ്ങനെ ധാരാളം ദുരൂഹമായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ കണ്ടെത്തിയത് ഈ അമ്മ പോലീസിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടൊന്നും അവർ മകൾ ആത്മഹത്യ ചെയ്തതാണ്, കോപ്പി അടിച്ചതിൻ്റെ ഫലമായിട്ട് ആത്മഹത്യ ചെയ്തതാണ്. അപ്പോൾ ഈ അമ്മ ചോദിക്കുന്നുണ്ട്, കോപ്പി അടിച്ചെങ്കിൽ ആ കോപ്പി അടിച്ചതിൻ്റെ തെളിവുകൾ കാണണ്ടേ? അപ്പോൾ ഈ മകൾ കോപ്പി അടിച്ചു എന്ന് പറയുന്ന ആ കോളേജിൽ ക്ലാസ് ടീച്ചർ പറഞ്ഞത് അവൾ പേപ്പറിൽ ഉത്തരങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ട് ഈ ആൻസർ ഷീറ്റിൻ്റെ ഒപ്പം പിൻ ചെയ്യാനായിട്ട് അവൾ ശ്രമിച്ചു എന്നാണ്. എന്നാൽ ഇതേ കാര്യം തന്നെ ആ കോളേജിലത്തെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള സിസ്റ്റർ പറയുന്നത് അവൾ ചില തുണ്ടുകടലാസുകളിൽ ഈ ഉത്തരങ്ങൾ എഴുതി കൊണ്ടുവന്നു, ചെറിയ തുണ്ടുകടലാസുകളിൽ, അതാണ് പിടിക്കപ്പെട്ടതെന്നാണ്. പോലീസ് SI പറയുന്നു അവൾ 2 പേപ്പറിൽ ഉത്തരങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ കൂടെ പിൻ ചെയ്യാൻ വെച്ചിരിക്കുകയാണെന്നത്. CI ആയിട്ട് ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ അദ്ദേഹം പറയുന്നു 7 പേപ്പറുണ്ടായിരുന്നു ഈ കുട്ടി എഴുതി കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ കൂടെ പിൻ ചെയ്യാൻ. ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള പല ഉത്തരങ്ങളാണ് പലരിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ തന്നെ ഈ സ്ത്രീ പറയുന്നത് ഇതിൽ എന്തോ ഒരു കളവ് നടന്നിട്ടുണ്ട്, എന്തോ ഒരു തിരുത്തൽ നടന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് അറിയണം എൻ്റെ മകളുടെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ള കാരണം. ആ അമ്മ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു മകൾ ബലാത്സംഗത്തിന് ഇരയായിട്ട് കൊല്ലപ്പെട്ടതാണ്. അതിന് സംശയിക്കത്തക്ക കാര്യങ്ങളുണ്ട്. ഈ ഫാദർ പോൾ പയ്യപ്പള്ളി എന്ന് പറയുന്ന ഇദ്ദേഹം
ഈ മകളുടെ മൃതശരീരം 3-ാമത്തെ ദിവസമാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കാനായിട്ട് വന്നത്. 2-ാമത്തെ ദിവസം ഈ മകളുടെ ഈ ബിന്നി ദേവസ്വയുടെ വീട്ടിലേക്ക് വന്നിരുന്നു. അന്ന് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടത്തെ കയ്യിൽ ചില മുറിപ്പാടുകൾ പോലുള്ള ഉണ്ട്. ബാൻഡേഡ് പോലുള്ള എന്തോ ചുറ്റിയിട്ട് ഇടത്തെ കൈ മറിച്ചിട്ടാണ് വന്നത്. മകളുടെ മൃതശരീര സംസ്കാര ശുശ്രൂഷയിൽ വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ കൈമ കിട്ടുന്നുണ്ട് അടുത്ത കയ്യിൽ. വലത്തെ കയ്യിൽ പുസ്തകം പിടിച്ചിട്ടാണ് ഈ മറ്റു പ്രാർത്ഥനകളെല്ലാം ചെല്ലുന്നത്. അപ്പോൾ പലരും ശ്രദ്ധിച്ചിരുന്നു ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഈ മുറിവ്. പലരും ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടിട്ട് നോക്കിയപ്പോൾ ആ കൈ അദ്ദേഹം മറിച്ച് പിടിച്ച് പിന്നീട് ഒരിക്കൽ അതിലുള്ള ബാൻഡേഡ് ഊരി കളഞ്ഞിട്ടാണ് അദ്ദേഹം പിന്നെ വന്നത്. ഇങ്ങനെ ചില സംശയത്തക്ക തെളിവുകളുണ്ടായിട്ട് പോലും പോലീസ് ഒരു നിലയ്ക്കും ഈ സംശയിക്കപ്പെടുന്ന വ്യക്തികളിലേക്ക് പോകുന്നില്ല. ഈ മകളുടെ ഈ മരണം ഒരു ആത്മഹത്യയാക്കി തീർക്കണമെന്നുള്ളത് ആരുടെയോ ഒരു എഴുതി ചേർക്കപ്പെട്ട ഒരു കാര്യം പോലെയാണ് പോലീസ് എല്ലാം പെരുമാറുന്നത്. പോലീസിൻ്റെ ഈ അന്വേഷണത്തിൽ തൃപ്തി വരാതെ ഇത് ക്രൈംബ്രാഞ്ചിന് ഈ സ്ത്രീ പറഞ്ഞ പ്രകാരം അവർ ഏറ്റെടുത്ത് നടത്തിയെങ്കിലും അവരും ഈ പഴയ ലോക്കൽ പോലീസിൻ്റെ അതേ കാര്യങ്ങൾ തന്നെയാണ്. മകൾ ആത്മഹത്യ ചെയ്തു, അതുപോലെ തന്നെ ഈ ഡ്രസ്സിലുള്ള O പോസിറ്റീവിന് പുറമെ B പോസിറ്റീവിൻ്റെ അംശമുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് അവർ അന്വേഷിക്കുന്നില്ല. ആരുടെയാണ് B പോസിറ്റീവ്? മകളുടെ മൃതശരീരത്തിൽ കണ്ടു എന്ന് പറയുന്ന ആ സെമൻ ആരുടേതാണ്? അതിനൊക്കെ വ്യക്തമായിട്ടുള്ള ലാബ് റിപ്പോർട്ടുകൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? മാത്രമല്ല ഈ മകൾ മരിച്ചു എന്ന് പറയുന്ന സമയത്ത് ഈ മകളുടെ ഡ്രസ്സുകളെല്ലാം മാറ്റി വേറെ ഒരു നൈറ്റിയാണ് ഉടുപ്പിച്ചത്. മാത്രമല്ല ഈ മകളുടെ ശരീരം പ്രത്യേകിച്ച് ആ വജനൽ ഭാഗത്തൊക്കെ ബെറ്റാഡിയം വെച്ച് തുടച്ച് വൃത്തിയാക്കിയിരിക്കുന്നു. എന്തിനാണ് അങ്ങനെ? ഒരു ആത്മഹത്യയാണെങ്കിൽ അവരെന്തിനാണ് ഭയക്കുന്നത്? അവർക്ക് നേരിട്ട് പറയാൻ പറ്റും നിങ്ങളുടെ മകൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് സത്യം വിളിച്ച് പറയാൻ വരുന്നില്ലേ? പിന്നെ എന്തിനാ അവിടെയൊക്കെ ഇങ്ങനെയുള്ള ചില ആൾട്രേഷൻ, അതായത് ആ പെൺകുട്ടിയുടെ ശരീരത്തിലെ വജനൽ പ്രദേശങ്ങളിലൊക്കെ ബെറ്റാഡിയം വെച്ച് കഴുകി വൃത്തിയാക്കിയിരിക്കുന്നു. മകൾ ആത്മഹത്യ ചെയ്ത് എന്ന് പറയപ്പെടുന്ന ആ റൂം കഴുകി വൃത്തിയാക്കിയിരിക്കുന്നു. ചുമരുകളെല്ലാം കഴുകി വൃത്തിയാക്കിയിരിക്കുന്നു. അതിനിടയ്ക്ക് ആ മകൾ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ അടുത്ത റൂമിലത്തെ ഒരു കുട്ടി ഒരു സമയത്ത് പറയുന്നുണ്ട്, ആരോ രാത്രിയിൽ വാതിൽ തട്ടി. ആ തട്ടിയിട്ട് നോക്കിയപ്പോൾ താൻ തുറന്നു നോക്കിയപ്പോൾ പിന്നെ ആരും കണ്ടില്ല. പക്ഷേ ആ കുട്ടിയുടെ ആ റൂമിൻ്റെ മുമ്പിൽ ചുമരിൽ ചോര പതിഞ്ഞ കൈപ്പത്തിയുടെ അടയാളമൊക്കെ ഉണ്ട്. അത് ഈ സിസ്റ്റർമാർ ഈ പെൺകുട്ടി താമസിക്കുന്ന റൂം കഴുകി വൃത്തിയാക്കിയപ്പോൾ ആ ചുമരുകളെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ അവർ ചെയ്യുമ്പോൾ അത് ആരെയാണ് ഭയപ്പെട്ടിട്ടാണ് അവർ ഈ വക കാര്യങ്ങൾ ചെയ്തത്? ഒരു ദുരൂഹത ഇല്ലെങ്കിൽ അവരെന്തിനാണ് ഇത് മറച്ചു വയ്ക്കുന്നത്? അത് പോലീസിന് മുമ്പിൽ സധൈര്യം തുറന്ന് കാട്ടേണ്ടതല്ലേ എന്നാണ് ഈ അമ്മ ചോദിക്കുന്നത്. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ അവർക്ക് തൃപ്തി വരാതെ ഇത് എന്തിനു പറയുന്നു? CBI കൊണ്ട് ഹൈക്കോടതിയിൽ പോയി ഇവർ അതിന് വേണ്ടുന്ന വിധി വാങ്ങി CBI കേസ് അന്വേഷിച്ചെങ്കിലും അവരും ഇത് തന്നെയാണ് പറയുന്നത്, ഈ മകൾ ആത്മഹത്യ ചെയ്തതാണ്. ഇവരുടെ എല്ലാവരുടെ മുമ്പിലും ഈ പല തെളിവുകളും ദുരൂഹമായിട്ട് നിലനിൽക്കുകയാണ്. അതായത് കൊല്ലപ്പെട്ട മകളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആ വസ്ത്രത്തിലുണ്ടായിരുന്ന അവളുടേതല്ലാത്ത ആ ബ്ലഡ് ഗ്രൂപ്പ് ആരുടെ, അവളുടെ ശരീരത്തിൽ കാണപ്പെട്ട ബീജം, അതായത് സെമൻ, പുരുഷ ബീജം, അത് ആരുടെ, ഇതൊന്നും പോലീസ് വെളിവാക്കപ്പെടുന്നില്ല എന്നാണ്. CBI പോലും ഈ കേസ് അന്വേഷിച്ചിട്ട് ഇത് ഇങ്ങനെ ആത്മഹത്യ എന്ന ഒരു പേരിൽ മാറ്റി അവർ ആ കേസ് അവസാനിപ്പിച്ചു. സുപ്രീം കോടതിയിൽ പോയിട്ടാണ് CBIയുടെ അന്വേഷണമൊക്കെ ചെയ്തത്. അവർ ഈ കേസ് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചതോടുകൂടി ആ അമ്മയ്ക്ക് പിന്നെ വേറെ ഒരു വഴിയില്ല. പിന്നെ ആരോട് പറഞ്ഞിട്ട് വേണം ഈ കേസ് പുനർ അന്വേഷിക്കാനായിട്ടെന്നുള്ളത് ഒരു അമ്മയുടെ നിസ്സഹായാവസ്ഥ. ഇതിൻ്റെ പിന്നിൽ ഈ പാതിരിമാരും കന്യാസ്ത്രീകളും അടങ്ങുന്ന ചില അരുതാത്ത കാര്യങ്ങൾ ഈ മകളുടെ പേരിൽ അവർ നടത്തിയിട്ടുണ്ട്. ഈ മകൾ ഒരു യുവാവുമായിട്ട് പ്രണയത്തിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ക്രൈംബ്രാഞ്ചിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു യുവാവിനെ സംഘടിപ്പിച്ചു കൊണ്ടുവന്നിട്ട് അവന് 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നീ സമ്മതിച്ചാൽ മതി ഇവളുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത്, നിന്നെ ജയിലിൽ പോകാതെ ഞങ്ങൾ ഇറക്കിത്തരാം
5 ലക്ഷം രൂപ എനിക്ക് തരാം എന്നൊക്കെ പറയുമ്പോൾ എന്തെല്ലാം തിന്മതകൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആ കുടുംബം നേരിട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ ഒടുവിൽ എന്താണ് ഉണ്ടായത്? ആ കുടുംബം ക്രിസ്ത്യാനികളായിട്ട് ജനിച്ചതിൽ അവർ നാണിക്കുകയാണെന്നാണ് പറയുന്നത്. യേശുവിൻ്റെ ആ ദുഃഖവെള്ളിയാഴ്ച ആ അമ്മ പറയുന്നത്, ഞാൻ എൻ്റെ മകൾ മരിച്ച ദിവസമാണ് എൻ്റെ ദുഃഖവെള്ളിയാഴ്ച, അതായത് ഡിസംബർ 5-ാം തീയതി. യേശു മരിച്ചതായിട്ട് കരുതപ്പെടുന്ന ദുഃഖവെള്ളിയാഴ്ച ഞാൻ ഇറച്ചി കറി ഉണ്ടാക്കി ഞാൻ കഴിക്കും. ഞാൻ ആരുടെ മുമ്പിലാണ് നീതിക്ക് വേണ്ടി കൈ നീട്ടേണ്ടത്? ആരും എനിക്ക് നീതി തന്നില്ല. എനിക്ക് നീതി തരുമെന്ന് വിചാരിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നില്ല. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പോലും സഹകരണമില്ല. ഈ പെൺകുട്ടിയുടെ സഹപാഠികൾ പലരും ആദ്യ സമയത്തൊക്കെ അവർ ഈ കേസുമായിട്ട് സഹകരിക്കാമെന്നൊക്കെ ഈ അമ്മയോട് പറഞ്ഞതാണ്. അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാമെന്ന്. പക്ഷെ അവരെയും ആരൊക്കെയോ മനഃപൂർവ്വം ഭയപ്പെടുത്തി അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ചു. പിന്നെ അതിന് ശേഷം ഈ അമ്മ ആ കുട്ടികളുടെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അവർ, എൻ്റെ മക്കൾ അതൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ്, ഇനി അവളെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാഴ്ച. അപ്പോൾ ഇതിൻ്റെ പിന്നെ തീർച്ചയായും ഒരു ഗൂഢാലോചന ഇല്ലേ എന്നുള്ളത് ഏത് ഒരു കണ്ണുപൊട്ടനും സംശയം തോന്നില്ലേ? ആ ഒരു സംശയത്തിൻ്റെ പുറത്തെങ്കിലും അന്വേഷണം നടത്തി ഈ അമ്മയ്ക്ക് നീതി വാങ്ങി കൊടുക്കേണ്ടതല്ല. എങ്ങനെയാണ് നീതി ദേവത ഇങ്ങനെ ഒരു നീതി ഇല്ലാതെ പ്രവർത്തിക്കുന്നത്? നീതി എല്ലാവർക്കും ഒരേപോലെയല്ല. അല്ലാതെ പണവും സ്വാധീനവും സഭയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നീതി നടപ്പാക്കുന്നതെങ്കിൽ ഈ സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി എവിടെയാണ് കിട്ടുക? ആ അമ്മ ഇപ്പോൾ എത്ര വർഷമായി? 21 വർഷമായിട്ട് അവർ നിയമ പോരാട്ടത്തിലാണ്. ഇപ്പോൾ അവർ നിയമ പോരാട്ടത്തിൽ തോറ്റു. അവരുടെ ജീവിതത്തിൽ തന്നെ അവർ എല്ലാവരെയും വെറുത്തുകൊണ്ട് അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ മുട്ടിയ വാതിലുകളെല്ലാം അവർക്ക് എതിരെ അടച്ചു കളഞ്ഞ ഒരു സ്ഥിതിയാണ്. ഇനിയിപ്പോൾ ആ അമ്മ മുട്ടാത്ത വാതിലുകളില്ല. ഒടുവിൽ ആ മകളുടെ മൃതശരീരം അത് സാധാരണ ഒരു കല്ലറയിലാണ് അടക്കിയിരുന്നത്. അതായത് ആളുകളുടെ മരണത്തോട് അനുബന്ധിച്ചുള്ള ഇത് വരുമ്പോൾ അതിനനുസരിച്ച് ആദ്യം അടക്കിയിരുന്ന മൃതശരീരങ്ങൾ ഈ അസ്ഥിക്കുഴിയിലേക്ക് മാറ്റും. ഈ അമ്മ കുറേ വർഷത്തോളം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ മകളുടെ മൃതശരീരം മാറ്റാതൊക്കെ സംരക്ഷിച്ചെങ്കിലും ഒടുവിൽ സുപ്രീം കോടതി പോലും കൈവിട്ടു. അന്വേഷണത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വഴിമുട്ടിയപ്പോൾ ആ പള്ളി ആ മകളുടെ അസ്ഥികളും എല്ലാം അസ്ഥിക്കുഴിയിലേക്ക് മാറ്റി. ഇനി അങ്ങനെ ഒരു ഭൗതിക തെളിവുകൾ ശേഖരിക്കാൻ ഒന്നുമില്ല. എന്നാലും അമ്മ ചോദിക്കുന്നു, എൻ്റെ മകളുടെ ആ വസ്ത്രത്തിൽ കണ്ട ബി പോസിറ്റീവ് രക്തത്തിൻ്റെ ഉടമസ്ഥനാര്? മകളുടെ വസ്ത്രത്തിൽ കണ്ട, അവളുടെ ശരീരത്തിൽ കണ്ട ആ പുരുഷ ബീജം ആരുടെ? ഇത് തെളിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നീതി കിട്ടില്ലേ? അപ്പോൾ ആരെയാണ് ഭയക്കുന്നത്? അതുതന്നെയാണ് അമ്മയുടെ ഒരു ഉത്കണ്ഠ. അതായത് നീതിന്യായം കണ്ണടയ്ക്കുന്ന ഒരവസ്ഥ, പാവപ്പെട്ടവരുടെ മുമ്പിൽ കണ്ണടയ്ക്കുന്ന നീതിന്യായ വ്യവസ്ഥ. ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്, പണവും സ്വാധീനമുണ്ടെങ്കിൽ അവിടെ എന്ത് നീതിയും തുറക്കപ്പെടും. അതില്ലാത്തവൻ്റെ മുമ്പിൽ എല്ലാ വഴികളും കൊട്ടിയടയ്ക്കപ്പെടും. അതാണ് ജിസമോൾ എന്ന് പറയുന്ന വളരെ സ്വപ്നങ്ങളുണ്ടായിരുന്ന അമ്മയുടെ എല്ലാ കഷ്ടപ്പാടും മാറ്റി അവൾക്ക് നേഴ്സിംഗ് പഠിച്ച് വിദേശത്ത് പോയി നല്ലൊരു ജോലി വാങ്ങി അമ്മയെ കുടുംബത്തെയും സംരക്ഷിക്കണം, നല്ലൊരു വീട് വയ്ക്കണം. തൻ്റെ മറ്റു ബന്ധുക്കൾ എല്ലാവരും നല്ല ധനസ്ഥിതിയിലാണ്. അവരെ പോലെ തൻ്റെ കുടുംബം മാറണം എന്നുള്ള ഒരു ആഗ്രഹത്താൽ പഠിച്ച് നേഴ്സിങ്ങിൻ്റെ ഡിഗ്രിക്കായിട്ട് കാത്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. തീർച്ചയായും ആ അമ്മ പറയുന്നു, എൻ്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ആ മകളുടെ ആത്മാവാണ് എന്നിപ്പോൾ വഴി നടത്തുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഒരു വിശ്വാസത്തിലും ഇല്ല. എൻ്റെ മകളുടെ ആ ഫോട്ടോ ഞാൻ ചില്ലിട്ട് വെച്ച് അതിൽ ഞാൻ വിളക്ക് തെളിയിച്ച് അതാണ് എൻ്റെ ദൈവം എന്ന് കരുതിയാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ മകളുടെ ആത്മാവാണ് എന്നെ ഇപ്പോഴും ഈ 21 വർഷമായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കേസ് തെളിയിക്കാനായിട്ട്. പക്ഷെ ഞാൻ ഇനി ആരുടെ മുമ്പിൽ കൈനീട്ടും? ഒരു വാതിലുകളും എനിക്ക് മുമ്പിൽ തുറക്കാനില്ല എന്നുള്ളൊരു ഖേദത്തോടു കൂടി അമ്മ
അവരുടെ ആ നീതിക്കായിട്ടുള്ള പോരാട്ടം ഇനി എങ്ങനെ തുടരണം എന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥ. ഇതുപോലെ ഒരവസ്ഥ ആർക്കും ഉണ്ടാവില്ലേ എന്നാണ് അമ്മയുടെ ഒരു യാചന.